ഒരുവിധം പറയാൻ കൊള്ളുന്ന ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല സാർ കൊള്ളാൻ കേട്ടോ. തൂഫാൻ എന്ന പദ്ധതി നല്ല അടിപൊളിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ട് അത് മാത്രം പറഞ്ഞപ്പോഴാണ് കോൺഗ്രസിന്റെ കുറേ പ്രവർത്തകർ, അതായത് മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് ബന്ധവും തോളിൽ കയറ്റി നടക്കാവുന്ന ആളുകളും അതുമാതിരി തന്നെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെയാണ് MDMA പിടികൂടിക്കുന്നത്. 130 ഗ്രാം MDMA ആണ് പിടിച്ചിരിക്കുന്നത്. എങ്ങനെ തകർക്കുന്നുണ്ട് അല്ലേ? കൊള്ളാം. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് പറയാം. ഓപ്പറേഷൻ തൂഫാനിൽ കുടുങ്ങി കോൺഗ്രസ് പ്രവർത്തകർ. പെരുമ്പാവൂർ സ്വദേശി സലാം, ഹുസൈൻ, അബ്ബാസ് എന്നിവരാണ് 130 ഗ്രാം MDMA കാസർഗോഡ് നിന്ന് പിടിയിലായത്. പ്രതികളുടെ സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള വീഡിയോകളുമുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് പരിപാടി? കൊള്ളാം. അപ്പൊ നമ്മുടെ പാർട്ടിയിലും ഉണ്ട് ഇത്തരം ആളുകൾ അല്ലേ? അപ്പൊ കോൺഗ്രസിലും UDF-ലും അതുമാതിരി തന്നെ യൂത്ത് കോൺഗ്രസിലൊക്കെ നമ്മുടെ ആളുകളുണ്ട് MDMA അത് മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് ഇടപഴക്കമുള്ളവർ, മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവർ. അപ്പൊ ആളുകൾ ഇവിടെയുണ്ട്. എന്തായാലും തൂഫാന്റെ ഭാഗമായിട്ട് ചെന്നിത്തല സാറേ ഇവരെയൊക്കെ പിടിച്ചത് തന്നെ വലിയ കാര്യം. അത് നന്നായി എന്തായാലും പിടിച്ചത്. മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഗ്രൂപ്പിലുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ. അപ്പോൾ പാർട്ടിയിലും വിമർശനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കും അതിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണല്ലോ. ഇനി എന്തെല്ലാം വരാൻ കിടക്കുന്നത് കുറച്ചുകൂടി നമുക്ക് കേട്ടു നോക്കാം എന്താണെന്നുള്ളത്. 130 ഗ്രാം MDMA 3 പേർ പിടിയിലാകുന്നത്. അതിൽ 2 പേർക്കാണ് കോൺഗ്രസ് ബന്ധങ്ങളുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരാണ് പിടിയിലായ 2 പേർ. അബ്ദുൽ സലാം, ഒപ്പം തന്നെ ഹുസൈൻ എന്നിവരാണ് കോൺഗ്രസ് പ്രവർത്തകർ. മറ്റൊരാൾ അബ്ബാസ് ആണ്. ഇതിൽ ഹുസൈൻ യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പം ചെറിയ പുള്ളികളല്ല ഈ MDMA കടത്തിലുള്ള പാർട്ടികള്. ചെറിയ പുള്ളികളല്ല, വലിയ പുള്ളികളാണ്. അപ്പൊ ഒരുപാട് വലിയ ടീമുകളുമായിട്ട് കളിയുള്ളവരാണ്. അതുമാതിരി തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ളതല്ലേ. അപ്പൊ കടത്താന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുമായിട്ട് വലിയ ബന്ധമുള്ള ടീമുകൾ, ഇവരുടെ പിന്നിൽ ഒരു വൻ മാഫിയ ഗ്രൂപ്പും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇത്തരത്തിൽ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുകയും കടത്തും ചെയ്യുന്ന വലിയ മാഫിയ തന്നെ ഗ്രൂപ്പിലുണ്ടെന്നാണ്. അപ്പൊ എന്റെ ചെന്നിത്തല സാറ് അപ്പൊ എല്ലാവരും ഒന്ന് തൂക്കണേ, എല്ലാറ്റും ഒന്ന് തൂക്കി അകത്തിടണം. 130 ഗ്രാം MDMA പിടികൂടിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ സലാം മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള വീഡിയോകളും ഒപ്പം തന്നെ ചിത്രങ്ങളുമാണ് സലാമിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ വലിയ തോതിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവായ സമയത്ത് VD സതീശൻ സലാമിന്റെ വീട്ടിൽ സന്ദർശനം നടത്തുന്നതിന്റെയും കുടുംബാംഗങ്ങൾക്കൊപ്പം ഫോട്ടോ എടുക്കുന്നതിന്റെയും എല്ലാം ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. കൊള്ളാലുള്ള മക്കളെ, വലിയ വലിയ ബന്ധങ്ങളാണല്ലോ. അത് മുഖ്യമന്ത്രിയുമായിട്ട് നല്ല പിടിപാടുണ്ട്, മുഖ്യമന്ത്രിയുമായിട്ട് തോളിൽ കയറ്റി നടക്കുന്ന ബന്ധങ്ങളുണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. കൊള്ളാം. എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളും കണക്ഷനും ഒക്കെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ വ്യവസായ മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം നിയമസഭാ മന്ദിരത്തിനകത്ത് വെച്ചുള്ള ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഇവർ ഈ നിലയിൽ വലിയ തോതിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും ചെന്നിത്തല സാറേ എല്ലാറ്റിനെയും പിടിച്ച് തൂക്കി അകത്തിടണം. അപ്പോഴേ ഇവരൊക്കെ പഠിക്കുകയുള്ളൂ. കഞ്ചാവും മയക്കുമരുന്നും MDA ഉപയോഗിക്കുന്നവരിനെയൊക്കെ പിടിച്ച് ജയിലിട്ട് നിറയ്ക്കണം. അതൊരു നല്ല കാര്യം തന്നെയാണ്. ആ ഒരു വകുപ്പിന്റെ കാര്യത്തിൽ കുറച്ച് നല്ല കാര്യം തന്നെയാണ്. ബാക്കിയുള്ള വകുപ്പുകളെല്ലാം ഉണ്ടോ എന്ന് പോലും അറിയില്ല, എല്ലാം കണക്കാ. ഇപ്പോൾ ആഭ്യന്തര വകുപ്പാണ് ഒരുവിധം മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ പരാതികൾ പറയാതെ, കുറ്റം പറയാതെ സാറ് ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ എല്ലാ അതിനും കോൺഗ്രസ് എന്നോ മറ്റേതും നോക്കരുത്. ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന എല്ലാ നാളുകളെയും പിടിച്ചകത്തിടുക.